എൻ്റെ ഉണ്ണിയെ പാലക്കാട് ആര് ജയിച്ചാലും വേണ്ടില്ല, നമ്മൾ ജനങ്ങളുടെ കാര്യങ്ങൾ നടന്നിട്ടണം കേട്ടോളേ. നമ്മുടെ രാഹുലേ ചുള്ളനാണ്, മിടുമിടുക്കനാണ്, പുലിക്കുട്ടിയാണ് ഗൈസ്. ബട്ട് ബി പ്രാക്ടിക്കൽ. ഇപ്പം രാഹുൽ ജയിച്ച നമ്മുടെ ഉമാ തോമസിൻ്റെയും ചാണ്ടിയുമ്മൻ്റെയും ഇടയ്ക്കൊരു കസേര ഓടിയായി എന്നല്ലാണ്ട് എന്തുണ്ട് നമുക്ക് കാര്യം? നിങ്ങൾ പറയും. സി ഗൈസ്, 1.5 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ട നമ്മളെ മരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാരിന് സരിൻ MLA ആയാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാലക്കാട്ടുകാർക്ക് വേണ്ടി ചെയ്യേണ്ടി വരില്ലേ? വരും, സ്വാഭാവികം. കാര്യം സരിനൊരു അക്കരപ്പച്ച പുൽച്ചാടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പുൽച്ചാടി ആയിരിക്കും നമുക്ക് ഭാഗ്യം കൊണ്ടുവരിക. ബി സെൽഫിഷ് തോമക്കണ്ണ. സന്ദീപ് വാര്യരെ സ്വീകരിച്ച കൊങ്ങീസും സരിനെ സ്വീകരിച്ച കമ്മീസും ബോത്ത് അവസരവാദീസ്. പിന്നെ BJP ജയിപ്പിച്ച കഥ ഇതൊക്കെ തന്നെ. ഒറ്റയ്ക്ക് ഒരു കസേരയിട്ട് ആദ്യത്തിനൊരു താമര ഉറങ്ങാം. പിന്നെ എന്താട്ടുണ്ണിയേ, നമ്മുടെ നാട്ടുകാരന് ഒരു വോട്ട് കൊടുത്തു എന്ന് കരുതി ഞങ്ങൾ സമാധാനിക്കാം. അത്രേ ഉള്ളൂ. ഏട്ടോ കേട്ടോ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മൊത്തം ഇവർ ശരികേടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ഇടത് MLA തന്നെ നമുക്കിപ്പോൾ പ്രയോജനപ്പെടുള്ളൂ. 15 വർഷത്തോളം ഷാഫിക്ക് പാലക്കാട് എത്തിക്കാൻ കഴിയാത്ത ഒരു വികസന മണ്ണാങ്കട്ടയും ഇനിയുള്ള 1.5 വർഷം കൊണ്ട് കൊണ്ടുതരാൻ നമ്മുടെ രാഹുലിന് കഴിയില്ല. അയാൾ മുതുകാടൊന്നുമല്ലല്ലോ. അപ്പോൾ മെനെ വോട്ടിന് പോകുമ്പോൾ ഇതൊക്കെ ഓർത്താൽ അനക്ക് കൊള്ളാം. തിങ്ക് ബ്രൈറ്റ്, പിന്നെ ആക്ട് റൈറ്റ്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തോട്ടോളി. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വലത്തുനിന്ന് വന്നൊരു കൈപ്പത്തി ഇടത് ഭാഗത്തിനെ തേച്ച് മിനുക്കി വെളുപ്പിക്കുന്നതാണ്. കണ്ടാ ഇടത് ഭാഗത്തിൻ്റെ ഒരു ഷൈനിങ്ങേ. ആ ഷൈനിങ്ങിൽ ഒരു ഇത്തിരി നമുക്കും കിട്ടിയാൽ പിടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഏട്ടോ നിങ്ങൾ മറക്കണ്ട ടോളി.